ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് സംസാരിക്കും. ഗൗരവത്തിൽ കാണുന്നു. വാർത്തകൾ വന്നപ്പോൾ തന്നെ പരാതികൾക്കും കേസുകൾക്കുമായിട്ട് കാത്തു നിൽക്കാതെ രാഹുൽ മാക്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഭാരവാഹിത്വം, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പാർട്ടിയിലെ പദവി അദ്ദേഹം രാജിവെച്ച് മാതൃക തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. തുടർ നടപടികൾ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം, പ്രതിപക്ഷ നേതാവും ഞാനും ഇന്നലെയും ഇന്നുമായിട്ട് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ, കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, KPCCയുടെ മുൻ പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റുമാർ, UDF കൺവീനർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരുമായിട്ട് ഞങ്ങൾ ആശയവിനിമയം നടത്തി. ഞങ്ങൾക്ക് ഇതുവരെയും പാർട്ടിക്കോ അല്ലെങ്കിൽ നിയമപരമായോ പരാതികൾ ലഭിച്ചിട്ടില്ല. എവിടെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. യാതൊരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല. എവിടെയും ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആയതിനാൽ തന്നെ രാഹുൽ മാക്കൂട്ടത്തിന്റെ MLA സ്ഥാനം രാജിവെക്കണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെടുന്നത്, ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പ്രത്യേകമായി ആവശ്യപ്പെടുന്നതിന് യാതൊരു ന്യായീകരണവും യുക്തിയുമില്ല. അവർക്ക് അത്തരത്തിൽ ഒരാവശ്യം ഉന്നയിക്കാനുള്ള ധാർമ്മികതയുമില്ല. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ഒരു പാരമ്പര്യവും അങ്ങനെ ഒരു പ്രസിഡന്റ് കേരള രാഷ്ട്രീയത്തിലില്ല. കേസുകൾ ഉണ്ടായിട്ടും, ഗുരുതരമായ കേസുകൾ, ആ കേസുകളിൽ FIRും ചാർജ് ഷീറ്റും ഉണ്ടായിട്ടും ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കാത്ത നിരവധി സംഭവങ്ങൾ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിലും കോൺഗ്രസ് പാർട്ടി സ്ത്രീകളുടെ ആത്മാഭിമാനവും മാന്യതയും സുരക്ഷിതത്വവും അങ്ങേയറ്റം സംരക്ഷിക്കപ്പെടണം എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആയതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടി നേതൃത്വം ആലോചിച്ച്, സമചിത്തതയോടെ ആലോചിച്ച്, എല്ലാവരും ഒരേ സ്വരത്തിൽ, ഒരേ അഭിപ്രായത്തിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്ന തീരുമാനം. അത് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ തന്നെ അറിയിക്കുകയാണ്. രാഹുലിനെയും അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇതിനാൽ സസ്പെൻഡ് ചെയ്തു. അതുവഴി തന്നെ അദ്ദേഹം കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി അംഗവും അദ്ദേഹത്തിന് ഇപ്പോൾ തുടർന്ന് ലഭ്യമല്ല എന്ന കാര്യവും അറിയിക്കുന്നതാണ് അറിയിച്ചത്.